അവളുടെ നഗ്നമേനിയിലവൻ ആർത്തിയോടെ ഞെരിഞ്ഞമരുമ്പോ കണ്ണുകൾ ഇറുക്കിയടച്ച് സങ്കടങ്ങളെ ചുണ്ടിൽ കടിച്ചമർത്തി അവൾ കിടന്നു. ഒന്നെതിർക്കുവാൻ പോലും ത്രാണിയില്ലാത്ത അവളുടെ പൂർണ്ണതയെ ആസ്വദിക്കുമ്പോൾ ഇടയ്ക്കിടെ ആവേശത്തോടെ അവൻ പറഞ്ഞത് നീ വല്ലാത്തൊരു മോഹായിരുന്നു എന്നായിരുന്നു. കാലിനും മുടന്തുള്ള പിച്ചക്കാരിയായ അവള് അവന് മുന്നിൽ പലപ്പോഴും കൈനീട്ടുമ്പോൾ അവൻ നീട്ടിയ 100 നോട്ടുകൾക്ക് അവളുടെ ശരീരത്തിന്റെ വിലയുണ്ടായിരുന്നെന്ന് മനസ്സിലായ ദിവസമായിരുന്നു അന്ന്. സ്വന്തം പിതാവിനാൽ ഗർഭിണിയാവേണ്ടി വന്ന പെണ്ണ്. പിറമ്പോ അവക്ക് പ്രായം 14 ആരും അറിയാതെ മറച്ചുവെച്ച് അമ്മ സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലും സമ്മതിക്കാതെ ഒരു ഭ്രാന്തിലേക്ക് അവളെ തള്ളിവിടുമ്പോൾ സ്വന്തം കുഞ്ഞിനൊരു നോക്ക് കാണാനുള്ള ആർത്തിയായിരുന്നു അവള്. ഇരുട്ടുമുറിയിൽ അമ്മ നീട്ടിത്തരുന്ന ആഹാരങ്ങൾക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ടിരുന്ന വാതിൽ 3 ദിവസമായി തുറക്കാതിരുന്നപ്പോ പിന്നെ ആരോ പൂട്ടിയിട്ട വാതിൽ തുറന്ന് പുറത്തേക്കെത്തുമ്പോൾ ആരോ പറഞ്ഞത് മാത്രം അവളുടെ കാതിലെത്തി. ആ സ്ത്രീ അയാളെ വെട്ടിക്കൊന്ന ശേഷം തൂങ്ങിയതാ. എത്രയെന്ന് വെച്ചാ സഹിക്കുക. അവിടെ മാകം പരന്ന ചീഞ്ഞ നാറ്റം അമ്മയുടേതും അച്ഛൻ്റെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവക്ക് പ്രായം 18. പൂർണ്ണമായൊരു ഭ്രാന്തിയും. പിന്നീടുള്ള വർഷങ്ങൾ മനോനില തെറ്റിയവർക്കൊപ്പം ജീവിച്ചു തീർക്കുമ്പോൾ മനസ്സിൽ ഒരു നോക്ക് കാണാൻ കഴിയാത്ത കുഞ്ഞിന്റെ മുഖം വരച്ചെടുക്കുകയായിരുന്നു അവള്. ഒടുക്കം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചാർത്തി കിട്ടിയ ഭ്രാന്തി എന്ന പേര് ജീവിക്കാൻ വിലങ്ങുതടിയായപ്പോ സ്വയം തിരഞ്ഞെടുക്കുമായിരുന്നു ഒരു പിച്ചക്കാരിയുടെ വേഷം. അന്നൊക്കെ പലപ്പോഴും കാണുന്ന ഒരുത്തൻ ചില്ലറയ്ക്ക് പകരം 100 നോട്ടുകൾ മുന്നിലേക്ക് നീട്ടുമ്പോൾ അതിന് പിന്നിൽ ഒരു ചതിയുടെ മണം അവൾ അറിഞ്ഞിരുന്നില്ല. എന്നോ നഷ്ടപ്പെട്ട മകനെ അവൻ അവളിൽ കണ്ടപ്പോ മാംസളമായ ഒരു മേനി മാത്രമായിരുന്നു അവൻ അവളിൽ കണ്ടത്. മോൻ നല്ലത് വരും എന്നവൾ പറയുമ്പോ അവളെ ചുണ്ട് നനച്ചവൻ നോക്കുമ്പോ സാരിക്കുള്ളിൽ തെളിഞ്ഞ മാർഗങ്ങളിലായിരുന്നു അവന്റെ കണ്ണുകൾ. മോനെ പോലെ കരുതിയവൻ മുന്നോട്ടൊരു വിളക്കാവെന്ന് കരുതിയപ്പോ അവന്റെ വാക്കുകളുടെ കാപട്യമുണ്ടെന്ന് അറിഞ്ഞത് അവന്റെ വീടിന്റെ വാതിൽ അവൾക്ക് മുന്നിൽ അടഞ്ഞപ്പോഴായിരുന്നു. അമ്മയുടെ പ്രായമുള്ള ഒരുവളെ ആവേശത്തോടെ ഭോഗിക്കുമ്പോൾ അവളുടെ മോനെ എന്നുള്ള വിളി അവൻ കേട്ടില്ല. എല്ലാം കഴിഞ്ഞവൻ അവളെ പുറത്തേക്ക് തള്ളിവിടുമ്പോൾ പുറത്തു നിന്നിരുന്ന ആളെ അവളൊന്ന് നോക്കി. അയാളുടെ നോട്ടവും അവളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടെ ചതിക്കപ്പെടാതിരിക്കാൻ അവൾ ആവുന്നത് പോലെ പുറത്തേക്ക് ഓടി. വീടിനകത്ത് സോഫയിൽ ഒരു പെണ്ണിനെ അറിഞ്ഞ ആലസ്യത്തിലിരിക്കുന്നവനെ അയാൾ പുച്ഛത്തോടെ ഒന്ന് നോക്കി. പിന്നെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി കയ്യിൽ കുറച്ച് ഡ്രസ്സുമായി പുറത്തേക്ക് വന്നു. പോകുന്നു. ഒറ്റവാക്കിൽ എല്ലാം ഒതുക്കി അവന്റെ കയ്യിൽ ഒരു കവർ നൽകി. അയാൾ പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ ആ കവർ പതിയെ തുറന്നു നോക്കി. ഒന്നിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന അവനും മറ്റൊന്നിൽ 15 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ആ മുഖം അവന് പരിചിതമായതുകൊണ്ടാവാം അന്നവൻ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം ആ വീട്ടിന് മുന്നിൽ ആളുകൾ നിറയുമ്പോൾ ആരോ പറയുന്നുണ്ടായിരുന്നു, ആത്മഹത്യയാണ്, കാര്യം എന്താണെന്ന് അറിയില്ലെന്ന്. അതേസമയം സമീപത്തെ റെയിൽവേ ട്രാക്കിൽ ഒരു സ്ത്രീയുടെ ജഡം ചിതറിയിരുന്നു. ആരോ പറഞ്ഞു അതാ പിച്ചക്കാരിയാണെന്ന്. പക്ഷേ അതൊരു വിശ്വസ്തന്റെ മരണം കൂടെ ആണെന്ന് ആരും അറിഞ്ഞില്ല.